വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ കണ്ടോ ജയ്ഘർ പാലസ്, ഈ പാലസിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഷൂട്ടായിട്ടാണ് വന്നത്. ഇതാണ് ജയ്ഘർ പാലസിൻ്റെ കയറുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ കൊട്ടാരത്തിലാണ് ഗൈസ് നിൽക്കുന്നത്. കൊട്ടാരത്തിൽ ഇതിൻ്റെ മുകളിലോട്ട് കണ്ടോ രാജസ്ഥാൻ മാർബിൾസ് അല്ലേ, മാർബിൾസ് തീം. ആ മാർബിൾസ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ക്യാമറ കുറച്ച് ഇങ്ങോട്ട് തിരിക്കുകയാണെങ്കിൽ മൈക്ക് എടുത്തില്ലല്ലേ, കുഴപ്പമില്ല, പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇതൊക്കെയാണ് സ്ഥലങ്ങളുള്ളത്. ഗഡിസാർ ലേക്ക്, ആ ലേക്കിൻ്റെ കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് ലേക്കിൻ്റെ മൊത്തത്തോളം ഓവറോൾ സംഭവം ഇരിക്കുന്നത്. പിന്നെ ഇവിടെയുള്ളത് ഗോൾഡൻ ഫോർട്ട് ജയ്സൽമേർ. ഇവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഷൂട്ടിൻ്റെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ പോകുന്നതായിരിക്കും. പിന്നെ ഇത് പട്വാൻ കി ഹവേലി, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഓരോ തെരുവുകളാണെന്ന് തോന്നുന്നു. പിന്നെ സിറ്റി പാലസ് ജയ്സൽമേർ, നത്മൽ കി ഹവേലി, എല്ലാം ഒരേപോലെ ഇരിക്കണം സ്ട്രക്ചർ. ഇതിവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ്. പട്ടേക്ക് കച്ചോരി, പിന്നെ ദാൽ പക്വാൻ, ഗോട്ട്വ ലഡു ഫേമസ് ഫുഡ് ഓഫ് ജയ്സൽമേർ. പിന്നെ ബഡാബാഗ് കണ്ടോ, നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ. ലോധൂരുവ ജെയിൻ ടെമ്പിൾ, അമർസാഗർ ജെയിൻ ടെമ്പിൾ. അമർസാഗർ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ചുണ്ടി ഗണേഷ് ടെമ്പിൾ, ചൂണ്ടി ഗണേഷ്, ഇത് ചൂണ്ടി ഗണേഷ് ടെമ്പിൾ. കുൽദാറ വില്ലേജ്, ഇതൊക്കെ ഫേമസ് വില്ലേജുകളാണ് ഇവിടുത്തെ. പിന്നെ കാബ ഫോർട്ട്, പിന്നെ അതെ തനോത് മാതാ ടെമ്പിൾ, കുറേ ടെമ്പിൾസ് ഉണ്ട്, ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. പിന്നെ ലോങ്കേവാല വാർ മെമ്മോറിയൽ കണ്ടോ, ബോർഡർ ആയതുകൊണ്ട് തന്നെ യുദ്ധത്തിനെ പറ്റിയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലോങ്കേവാല വാർ മെമ്മോറിയൽ, ഞാൻ പറയുന്നതല്ലേ കറക്റ്റായിട്ടുള്ള. വെരി ഗുഡ്. ഇതാണ് പ്രശസ്തമായ ഇൻഡോ പാക് ബോർഡർ കേട്ടോ. ഇവിടെ രാജസ്ഥാൻ സ്ത്രീകളുടെ ബെല്ലിന്റെ മോനായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുടെ അച്ഛനാണ് അമൽ ചേട്ടൻ. എല്ലാവർക്കും അറിയുണ്ടാവും, ആക്ടറാണ്. അഞ്ചത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലാട്ടോ അമൽ ചേട്ടാ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ 2 ദിവസമായി എടുക്കണമെന്ന് കരുതി, അവിടെ നിന്ന് എടുക്കണമെന്ന് കരുതി പറ്റിയില്ല. അതെ 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 അതെ, അവിടെ അവനവിടെ മോനായിട്ട് ഇവിടെ അവളുടെ കൂടെ ഉണ്ട്. ഹലോ, ദിസ് ഈസ് അവർ യൂട്യൂബ് ചാനൽ, സബ്സ്ക്രൈബ് പ്ലീസ്. താങ്ക് യുടാ. ഇന്നലെ നീ എന്തൊക്കെയോ വ്ളോഗ് എടുക്കണ കണ്ടായിരുന്നു. നീയല്ല, അവൻ. ഇവിടെ നല്ല കുറേ സ്കൾപ്ചേഴ്സ് ഉണ്ട്, അടിപൊളിയായിട്ടുള്ള. പിന്നെ നമ്മുടെ സ്വന്തം മഹാദേവൻ, കൃഷ്ണനും രാധയും. ഹലോ, വെൽക്കം ടു ഫോർ എ വ്ളോഗ്സ്. പറയൂ അത്, വെൽക്കം ടു चले गया तो 7 किलोमीटर होता है सर, 45 किलोमीटर होता है सर. സ്കൂൾ പിള്ളേരല്ലേ. Hello, where are you going guys? ഗോൾഡൻ ഫോർട്ട് ഇവിടുത്തെ പബ്ലിക് സ്കൂളാണോ ഇത്? സ്കൂളേ स्कूल है भैया, സർക്കിൾ. मार्केट सिटी सेंटर नहीं है. പുള്ളി പറയണത് എടുക്കോ? ये यहाँ का मेन सिटी सेंटर है, हनुमान सर्कल. खाना पीना, रेस्टोरेंट एरिया, बसों का बुकिंग, हॉस्पिटल एरिया, भीड़ भाड़ वाला एरिया ये पूरा इधर है. हाँ, ये वो सामने दिख रहा है मंदिर पैलेस, वो मंदिर पैलेस राजा रानी का महल. सरफरोश पिक्चर की शूटिंग हुई थी आमिर खान की. सरफरोश पिक्चर देखी थी आमिर खान की सरफरोश मूवी. सरफरोश इधर है, बनावा देख रहे थे. ओके ओके. അപ്പം
ക്യാമലിനെ നടത്താൻ കൊണ്ടേക്ക് വരും കണ്ടോ. കിളി 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 അത് കിളി. ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ രാജാ റാണി മന്ദിർ പാലസിലാണ് എത്തിയത്. ഹിന്ദി അറിയുന്നവർക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണുമല്ലോ ചേട്ടൻ പറഞ്ഞത്. ഞങ്ങൾക്ക് പിന്നെ ഹിന്ദി ഭയങ്കരമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്കും കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ കൂടെയുള്ള അമൽ ചേട്ടൻ ടിക്കറ്റ് എത്രയാണെന്ന് നോക്കാൻ പോയിട്ടുണ്ട്. ഭയങ്കര ടിക്കറ്റ് ആണെങ്കിൽ ഞങ്ങൾ അകത്ത് കയറില്ല. ഞങ്ങൾ പുറത്തിറങ്ങി ഇവിടേക്ക് ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. എന്തായാലും രാജാ റാണി മന്ദിർ പാലസിലേക്ക് ഒന്ന് പോയി നോക്കാം. ഭയങ്കര പഴയ അമ്പലം. ഇത് അമ്പലമാണ്, ഹനുമാന്റെ അമ്പലം പറഞ്ഞതല്ലേ? ഹനുമാൻ സർക്കിൾ എന്നൊക്കെ പറഞ്ഞ ഹനുമാന്റെ അമ്പലമാണോ? കൃഷ്ണനാണോ? ഹനുമാൻ എന്ന് പറയുന്നത് കേട്ടു. ഹനുമാൻ സർക്കിൾ. ഏ ഹനുമാൻ ഹേ അന്തർ മന്ദിർ ഹേ ഹനുമാൻ. ഹനുമാൻ അയാളെ കളിയാക്കി വിചാരിച്ചു. ഓ ഇവിടുന്ന് കാണാം ദൈവത്തെ കാണാം. തുറന്നിരിക്കുവാണ്. അത് വാ അമ്പൂറ്റി തൊഴു. കാളി ഭദ്രകാളിയാണ് ഹനുമാന്. ഓടരുത്, ഓടിയാ അതിനെ കൊണ്ടുപോവില്ല. ക്യാമലിനെ വേണേ നമുക്ക് പുറത്തൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ കറങ്ങിയിട്ട് അങ്ങനെ എസ്കേപ്പ് ആണെങ്കിൽ അങ്ങനെ എസ്കേപ്പ് ആവാം. ആ പ്രാവിനെ പിടിക്കാതോ. ഗോഡയാ എന്താ എന്ത് പറ്റി? മക്കളെ ഗോഡയ്ക്ക് എടുക്കാൻ പറ്റടാ കണ്ണാ. അപ്പൊ വലിയ പൈസയൊന്നുമില്ല. 160 റുപ്പീസിന് ഞങ്ങൾക്ക് അഡൽസിന് കയറാം. കുട്ടികൾക്ക് ആർക്കും പൈസ വാങ്ങിയില്ല. ക്യാമറയുടെ 30 രൂപ. അതുകൊണ്ട് ഞങ്ങൾ പാലസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ശ്രീരാമന്റെ ബാറായങ്ക. ആ ഊപ്പർ. ഓക്കെ ഓക്കെ. കുഞ്ഞുങ്ങളെ അത് അമ്മേനെ പിടിക്ക്. ഓടരുത്. അത് ചുമന്ന് കേട്ടോ. അതിന്റെ കവിളൊക്കെ കണ്ട വെയിലല്ലേ? ആ ചുമന്ന്. ഒരു മിനിറ്റ് വരാം. വാ ദേ അത് പോസ് ചെയ്യുന്ന കണ്ട. അവിടെ ഓടി വാ. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കണ്ടോ. പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും, പഴയ രാജാക്കന്മാരും അവരുടെ പ്രജകളും ഒക്കെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സ് ദിസ് സൈഡ് നിന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കൊടുക്ക് പണി പോട്ടെ. കോപ്പർ ആൻഡ് ബ്രാസ് യൂട്ടൻസിൽസ്. ഇതൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഇവിടെ കോപ്പർ ആൻഡ് ബ്രാസ് യൂട്ടൻസിൽസ് ഉണ്ട് കണ്ടോ. ബ്രാസ് ഹീറ്റേഴ്സ് യൂസ്ഡ് ഫോർ കുക്കിംഗ്. തിളക്കുന്ന വെയിലത്തൊന്നും കയറി. പക്ഷെ ഇതിന്റെ അകത്ത് കയറിയപ്പോ ഒരു ആശ്വാസം അല്ലേ. ഒരു വെയിലും ഇല്ല കേട്ടോ. ചൂടില്ല. ഇതുണ്ട് ബ്ലഷ് ഇട്ട പോലെയായി എല്ലാവരും. തക്കാളി ഇത് സൂ അല്ല. എന്താ പക്ഷെ പഴയ മ്യൂസിയം. ഒരു ആധാരമൊക്കെ മൊത്തം എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കിടന്ന ഇവിടെ അതോടെ ഇവർ ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ഡ്രസ്സുകളും പിന്നെ അതേപോലെയുള്ള സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഡ്രസ്സിംഗ് സെറ്റ് മൊത്തം ഉണ്ട്. മേക്കപ്പ് സാധനങ്ങള് അത് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. ആണുങ്ങൾക്ക് താല്പര്യമുള്ള സിഗരറ്റ് ബോക്സുകൾ കേട്ടോ. ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന സിഗരറ്റ് ബോക്സുകളുണ്ട്. ഇന്ത്യൻ പെർഫ്യൂമുകളുണ്ട്. ഇവിടെ ഹാൻഡ് മെയ്ഡ് ടൈൽസ് ഉണ്ട് കേട്ടോ. കൈ കൊണ്ട് ഉണ്ടാക്കിയ ടൈൽസ്. കുറെ പഴയ കാലത്തെ ചിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. രാജാവിന്റെ റാണികളുടെ ഒക്കെ. ഇവിടെ സ്റ്റെപ്പാണ്. പഴയ ചാവി നോക്കി. ഇത് ആരും തുറക്കില്ല കേട്ടോ. ഇങ്ങനത്തെ ചാവികളാണെങ്കിൽ വളരെ സുരക്ഷിതമാണ് നമ്മുടെ വീടുകൾ. ഈ കുന്തം പോലാണ് കുറച്ചക്കത്തിലും തപ്പണം എന്ന് പറയുന്നത്. ഒറിജിനൽ മാലകൾ, രാജ്ഞിമാല, ഒറിജിനൽ മാലകൾ.
ഇത് കാണാൻ 60 രൂപ. Chamber of Princess Narendra Princess. രാജ്യസഭ ചാമ്പറാണ് രാജ്യസഭ. തോക്ക് കണ്ടുപിടിച്ചു ഗൈസ്, തോക്ക് കണ്ടുപിടിച്ചു. അത് പറഞ്ഞു കൊടുത്തു, തോക്ക് പറഞ്ഞു കൊടുത്തു. പിടിക്കാൻ പറ്റില്ല. അമ്മല് നീലക്കൂല തോക്കുണ്ടായിരുന്നല്ലോ അല്ലേ? മറ്റേ കളരിയിൽ ഉപയോഗിക്കുന്ന സാധനം. അങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചു കയറും, പതുക്കെ പിടിച്ചു കയറും. ഓ അത് അത് അവന്റെ മോളിൽ പോയി ഫോട്ടോ എടുത്തരാം. അതൊക്കെ നോക്ക്. ഹായ് പറ. ഹായ് അത് ഹായ്. രാജ പണ്ടത്തെ ഫാൻ ഉണ്ടോ? ഫാൻ ആ അടിപൊളി. ഏത് എവിടെ ഫാൻ? എവിടെ ആവണേ? ഇതല്ലേ ഫാൻ? ആ ഏത്? ഇതല്ല ഫാന്. നടക്കണില്ല. रानी का महल है, म्यूजियम देखकर आ जाओ. राजा रानी का महल है. ओके. इसमें कौन सा है? भले बर्तन कपड़े वगैरह वही है. 150-200 रुपए टिकट है एक का. कितना 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 पूरा है? 150-200 रुपए का टिकट लगेगा. नो ये फोर्ट कितना पूरा है? ये से 5000 लोग रहते हैं इसके अंदर. 5000 लोग रहते हैं. रेजिडेंसी फोर्ट है ये. अंदर होटल भी है, रेस्टोरेंट भी है, मंदिर भी है. ओके ओके. काफी देखने लायक अच्छा फोर्ट है ये जैसलमेर का. लिविंग फोर्ट. इसका नाम है गोल्डन फोर्ट, सोनार किला. പേ ഹേ ഉണ്ടെന്ന്. അത് മതി. അത് ക്യാമൽ കിഷൻ ലാൽ. Exactly inside the fort. That's only the way to enter or to exit. You have to use same way to exit. And this is second oldest and second biggest fort of Rajasthan. Second oldest and second biggest. First one is Chittor. Chittorgarh nearby Udaipur. Maharana Pratap. Have you heard about Maharana Pratap? Yeah, Maharana Pratap. Belongs to him, yeah. So this fort was built by Maharaval Jaisal. The person who built this fort, the name of him was Jaisal. And in Sanskrit, we used to say Hill e Meru. Petkam Jaisalmer. It's been on one triangle hill. It's built on one triangle hill. So it's come Jaisalmer in 1156 AD. So it's almost 869 years old. And we can say the only living fort in the world. There's still 3,000 people living in it. Inside the fort, yeah. Inside, Two major castes live upon a fort. One is Brahmin, one is Rajput. Rajput warriors. Brahmin, they were used as a priest or advisor for the royal family. And Rajputs in the army, the warriors. So only two major castes live upon a fort. The place where we stand now, yeah, Supriya. The place where we stand now, this we can say one of the biggest open courtyard upon a fort. Okay. This is known as a Dasara Chowk. Dasara is one Hindu festival. It came always 20 days before Diwali. There is one more festival called Gangor. That's only for women. Okay. Those both festivals celebrated by the royal family everywhere in Rajasthan. So same here. Look at that chair made by white marble. White marble. Yeah. On that, on occasion of Dasara, on occasion of Gangor, our king used to sit on that. Our king used to sit on that. Okay. The step by step minister of him, the ഇതുണ്ടോ? ഇത് ഗണേഷ് ഗണപതി. ഇത് ക്യാമലിന്റെ ബോൺ എല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. എല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല വെയിറ്റ്, ഹെവി. അത് നോക്ക്, ഹെവി അല്ലേ? പക്ഷെ ഭയങ്കര രസമാണ്. അതിന്റെ ആർട്ടൊക്കെ ഭയങ്കര രസമാണ്. 6500. ഡോറിന്റെ പിടിയാണോ? ഡോറിന്റെ പിടിയാണോ? ജയ ഹോ. കളിക്കാമല്ലോ, ഡാൻസ് കളിക്കാമല്ലോ. ഇവിടെ ഉണ്ടോ? ആ കളിക്കാമല്ലോ.
ഓക്കെ ഡാൻസ് കളിക്കാം. You guys, it's open invitation for all. അത് തമാം സാധനമാണ് നീ When the next wedding happen, they just repaint it till it's going on in front of every Hindu house. ഓക്കെ So it's like an open invitation. Because of that yellow sandstone, this city known as a golden city. If by structure stands in the fort, it's hurt ego of our king. Fort belongs to Rajput, Golden Fort, and why the white temples in here. The first condition was use that yellow sandstone, and they follow that. And the next, in 13th century, once Muhammad Ghori targeted all the temples to destroy. They What is scared this? from him. Because of that, they choose this place. Our statues, our granth, are safe here. At 7:15, they're going to do the worship, puja. And in those all, നിന്റെ തലയിൽ the number of statues, അതിന് വാങ്ങി it's also 6,666 all together. आपका है ना ये सब अच्छा ट्रेडिशनल राजस्थानी ഞങ്ങൾ പുള്ളിയുടെ क्या है കയ്യിലാണ് नाम क्या है കേക്ക് വെക്കാൻ नो नो एक क्या नाम पगड़ी 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 राजस्थान के आम साथ ये हमारी पगड़ी है राजस्थान प्लास्टिक नो 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 प्लास्टिक തിന്നല്ലേ നീ തപ്പോ തിന്നല്ലോ പ്ലാസ്റ്റിക് കഴിക്കണം പാവം നോ 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 തിന്നല്ലേ പ്ലാസ്റ്റിക് കഴിക്കണം ബൈ അയാളെ എൻ്റെ നിൽക്കണം इसका डिजाइन देखो अच्छा है ये वाला ब्रेसलेट है होता तो देखो बाबा पूरा गली है हाँ छोटा ഏതടി ഹലോ ഇല്ല ബാഗൊന്നും കിട്ടിയില്ല ഞാൻ ചുമ്മാ നോക്കിയ ലെതറാണോ നോക്കിയത് കൊള്ളാം പക്ഷെ ലെതറാണെന്ന് അറിഞ്ഞൂടാ ലെതറാണോ അറിയില്ല ഇത് ആദ്യം വാങ്ങിയ ബ്രേസ്ലെറ്റ് ആണ് കണ്ടോ ഡ്രസ്സിന് മാച്ച് ആയിട്ട്. ഇപ്പൊ ഞങ്ങൾ പോണത് ലേക്കിലാണ്. അതിനേക്കാളും വലിയൊരു സംഭവം പറഞ്ഞുതരാം. കണ്ടോ ഇപ്പോൾ സമയം എത്രയെന്നറിയോ? 7:30 മണി. പക്ഷെ നല്ല വെളിച്ചം. ഇവിടെ ഒരു 8 മണി കഴിഞ്ഞാൽ ചെറിയൊരു ഇരുട്ട് വരുള്ളൂ. ഇപ്പൊ സമയം 7:30 മണിയാണ് നമ്മുടെ നാട്ടിലെ. പക്ഷെ ഭയങ്കര വെളിച്ചമാണ്. നോക്കൂ, നമുക്ക് മേലെ പോവാം. മേലെ പോവാം ബാ. അയ്യോ ഞാൻ പറഞ്ഞു വേണ്ട, അത് കാലുകൊണ്ട് ചവിട്ടും. വെള്ളത്തിറങ്ങും കടിക്കണം. അതിന്റെ മീൻ കഴിച്ചേ. नाम क्या है? नाम तो है മണൽ തൊടാൻ സമ്മതിക്കൂല. മണലും തൊട്ടോട്ടെ. തൊട്ടല്ലോ. ഒറിജിനൽ മണല, റിയൽ മണല. मार्बल तोड़ रहा हाँ हिंदू ज़्यादा है, हिंदू है ज़्यादा. मुस्लिम में नेक्स्ट मुस्लिम क्रिश्चियन पूरा कांग्रेस एरिया पूरा कांग्रेस
അയ്യോ എൻ്റെ അമ്മേ രാജസ്ഥാനിലെ ചൂട് അയ്യോ രക്ഷയില്ല. പക്ഷെ എന്നാലും ഭയങ്കര രസമായിരുന്നു. നമുക്കിതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ അല്ല, നമ്മൾ അന്ന് പല സ്ഥലങ്ങളിലും പോയിട്ടും എനിക്ക് ഇതേപോലെ ശരിക്കും മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് സത്യം. പാലസിലൊന്നും അകത്തൊന്നും മിക്കതിലും കയറാൻ പോലും പറ്റിയില്ല. നടക്കാനുള്ള ആവുന്നില്ല. പിള്ളേരെല്ലാം കൂടെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ജയ്സൽമേർ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടി. പോയവരെല്ലാവരും ഓട്ടോ ഓടിച്ച ചേട്ടനാണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ഗൈഡാണെങ്കിലും റിസപ്ഷനിലെ ചേട്ടനാണെങ്കിലും ജയ്സൽമേർ എന്താണെന്നുള്ളത് കൃത്യമായി പറഞ്ഞു തന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഫുള്ളായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അറിയില്ല, ലെറ്റ്സ് സീ. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത് ബൈ പറയൂ. ബൈ.